അസ്സലാമു അലൈക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ അബുദാബിയിൽ ഡ്രൈവറില്ല കാർ ഓടുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതൊന്ന് കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി യാസ് മാർട്ടിലേക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു യാത്ര പുറപ്പെട്ടതായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ബുക്ക് ചെയ്യാം, ഫ്രീ ആയിട്ടാണ് സർവീസ് ഉള്ളത്. യാസ് ഐലൻഡിൽ നിന്നും അബുദാബി എയർപോർട്ടിലോട്ടും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സാദിയാത്ത് ഐലൻഡിലേക്കുമൊക്കെ ഈ വാഹനം ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നും അതിലുള്ളൊരു യാത്ര നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ട എല്ലാവരും ഇത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഈ ഒരു യാത്ര ഉപയോഗപ്പെടുത്തുക. സൗജന്യമാണ്. ഇപ്പോൾ ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരും മാസങ്ങളിലൊക്കെ ഉണ്ടതാണ് ആ വാഹനം, ഈ കടന്നു പോകുന്നതാണ് ആ ടാക്സി. എല്ലാവർക്കും ഉപയോഗിക്കാം. ആപ്പ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത് എങ്ങനെയാണത് ബുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ രീതി. ഈ ടാക്സി എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ കയറി നിങ്ങൾ സ്ക്രീന് വലുതാക്കി കഴിഞ്ഞാൽ നന്നായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതെല്ലാം അതിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഓരോന്നും അതിൻ്റെ ഓരോ ബട്ടണും സാവധാനത്തിലാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ കാറ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീന് വലുതാക്കി കാണുക, എന്നാലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് യാസ് മാളിൽ നിന്നും നമുക്ക് അബുദാബി എയർപോർട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൗജന്യമായി നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ഈ ടാക്സി അവിടെ എത്തുന്നുണ്ട്. ആ വരുന്ന ഈ കാണുന്ന കാറാണ് അത്. പൂർണ്ണമായും ഡ്രൈവറില്ല, എന്നാൽ അതിൽ അസിസ്റ്റ് ചെയ്യാന്നുണ്ടതിന് ഒരു സേഫ്റ്റി ഓഫീസർ അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഒരു വർക്കും അതിൽ ചെയ്യുന്നില്ല. ഇനി അതിലെങ്ങനെയാണ് നമ്മൾ കയറുന്നത്, യാത്ര, നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാരിങ് എങ്ങനെയാണ് അത് എല്ലാ ഭാഗത്തേക്കും തിരിയുന്നത് എല്ലാം നിങ്ങൾക്ക് കാണാം. അത് തിരിഞ്ഞ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് വരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ള സ്ഥലത്ത് എത്തി, ഇവിടെ പാർക്ക് ചെയ്തു. ഇതാണ് ആ ടാക്സി. എൻ്റെ സുഹൃത്ത് അതിലേക്ക് കയറി. ഇനി നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിൽ നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അറിയാം. ഇത് കണ്ടില്ലേ നിങ്ങൾ സിസ്റ്റങ്ങൾ, സ്റ്റാരിങ് അതാ ഒരാളിരിക്കുന്നുണ്ട് മുന്നിൽ. അത് ഡ്രൈവർ അല്ല, സേഫ്റ്റി ഓഫീസറാണ്. അത് പുതുതായിട്ട് ഈ ഒരു സർവീസ് ആരംഭിച്ചതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. നോക്കൂ, അതിൻ്റെ സ്റ്റാരിങ് എല്ലാം താനെ തിരിയുന്നത് കാണാം നിങ്ങൾക്ക്. വളരെ അത്ഭുതം തോന്നിയൊരു വീഡിയോ നിങ്ങൾക്കായിരിക്കാം ഇത്. അങ്ങനെ വീഡിയോ ഇതൊരു അത്ഭുതമായി തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കണ്ട, സ്റ്റാരിങ് ഒക്കെ സ്വന്തമായിട്ടാണ് തിരിയുന്നത്. കണ്ട, മുന്നിലിരിക്കുന്ന സേഫ്റ്റി ഓഫീസർ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതൊരു പുതിയ സർവീസ് ആയതുകൊണ്ട് പല ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാത്തത് കൊണ്ട് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടി ഒരു അസിസ്റ്റ് എന്ന് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ആ ഓഫീസർ അവിടെ ഇരിക്കുന്നത്. വളരെ ഇതിൻ്റെ വേഗപരിധി 90 മിനിറ്റ് വേഗതയിലാണ് 90 കിലോമീറ്റർ വേഗതയിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാരിങ് എല്ലാം കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അബുദാബിയിലുള്ളവർക്കും ദുബായിലുള്ളവർക്കും ഒക്കെ ഈ ഒരു യാത്ര ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഇതൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാം. എല്ലാവരും ഈ വീഡിയോ കണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോ എത്തിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. കമൻറ്റുകൾ പോന്നോട്ടെ. ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചാളി. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ.